യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വ്യാജ ID കാർഡ് നിർമ്മിച്ചതിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയോ എന്ന് അന്വേഷിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു വശത്ത്, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അതിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലീസിന് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത് എന്താണ് ഷഫീ? അർജിത്ത്, നിലവിൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം നടന്നു വരുന്നത്. ഈ കേസിൽ അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെ ആ വിഷയം പാടെ തണുത്തുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ചില ഉപദേശങ്ങൾ തേടിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടിയിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള കാര്യം നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയോ എന്ന് അന്വേഷിക്കണമെന്നും അത് കണ്ടെത്തണമെന്നും അങ്ങനെയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.